ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് വലിയ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്ത് വലിയ ഇവൻ്റാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാൻ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും 999 അല്ലെങ്കിൽ 199 അല്ലെങ്കിൽ 188 അല്ലെങ്കിൽ 1717 അങ്ങനെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഈ ഒരു നമ്പർ കാണുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഹൃദയത്തിൽ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന എന്തോ തെറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്, തെറ്റ് സംഭവിക്കാൻ പോവുകയാണ്, എന്തോ അങ്ങനെ ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. 17 നമ്പർ നിങ്ങൾക്ക് കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് ബാലൻസിലായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. അതായത് 17 നമ്പർ നിങ്ങൾ കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് എന്തോ ഒരു നഷ്ടം സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു നഷ്ടം സംഭവിച്ചത് കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നു, എനിക്കെന്തോ നഷ്ടം സംഭവിക്കാൻ പോവുകയാണ്, എനിക്കെന്തോ തെറ്റായ കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ തന്നെ തോന്നിപ്പിച്ച് അതിനെ ആ ഒരു സിറ്റുവേഷനെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ആ ഒരു പ്രശ്നം അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുമെന്ന്, പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല നിങ്ങൾ വിചാരിക്കും പോലെ. അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമാണോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് നഷ്ടവും എല്ലാം സംഭവിക്കുന്നു, പക്ഷേ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ലാഭദായകമായിട്ട് മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള കാര്യമല്ല പറയുന്നത്, ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എന്തോ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന്. ആ ഒരു പ്രശ്നം നിങ്ങളെ നഷ്ടം കോലത്തിലെത്തിക്കുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് റീഡിംഗ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിക്കുമെന്നാണ്, പക്ഷേ നിങ്ങളെ ആ ഒരു നഷ്ടം സംഭവിക്കുമെന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഈശ്വരൻ എടുത്ത് ലാഭദായകമായിട്ടുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരാണോ ഇത്രയും നല്ല കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മോശവരണം എന്ന് പറഞ്ഞ് ഓരോ മോശം പ്രവൃത്തികൾ ചെയ്യുന്നത്, ആ വ്യക്തിക്കായിരിക്കും തിരിച്ച് ഈ ഒരു കർമ്മം ചെന്ന് പെടുന്നത്. കാരണം നിങ്ങൾ ശുദ്ധാത്മാവാണ്, നിങ്ങൾ നല്ല കർമ്മം മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് മോശം വരണമെന്ന് ആരാണോ ചിന്തിക്കുന്നത് തിരിച്ച് അവർക്കായിരിക്കും അത് സംഭവിക്കുന്നത്. ഇവിടെ ഇതിന് മുന്നേ വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ മോശം ആ ഒരു സാഹചര്യമായിരുന്നു കാണും. ഇനി സിറ്റുവേഷൻ ടേൺ ആവുകയാണ്. ഇനി ആരാണോ മോശം ചെയ്തത് അവരുടെ മേലാണ് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കാൻ പോകുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് ടേൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയും ചെയ്യും ആ ഒരു ടേണിൽ. കൂടാതെ 555 നമ്പർ നിങ്ങൾക്ക് കാണാനും സാധിക്കും. 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ടേൺ 2 മാസത്തിനുള്ളിൽ നടന്നില്ല എങ്കിൽ 3 മാസത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നത് ഉറപ്പാണത്. കാരണം ഇവിടെ 3 നമ്പറിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 2 മാസം അല്ലെങ്കിൽ 3 മാസം, അതിനപ്പുറം പോകത്തില്ല. അതിനുള്ളിൽ ഒരു ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അതായത് പോസിറ്റീവായിട്ടുള്ള ടേൺ. അതായത് നിങ്ങൾ വിചാരിക്കും നഷ്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന്, പക്ഷേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും. ഞാനിത്ര കോൺഫിഡൻസോടെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആനന്ദദായകമായിട്ടുള്ള പല സിറ്റുവേഷനും അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളെ ദൈവം സെൻട്രൽ വയ്ക്കും, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ആധാരത്തിൽ മറ്റുള്ളവരുടെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി മോശം ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ഒരു സമയത്ത് മറ്റുള്ളവർ വിചാരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു വാല്യൂവും ഇല്ല, നിങ്ങൾക്ക് സ്വന്തം ലൈഫിൽ ഒരു വാല്യൂ ഇല്ല, അല്ലാതെ വേറെ ഒരു വാല്യൂ ഇല്ലാത്തൊരു വ്യക്തി അങ്ങനെയാണ് മറ്റുള്ളവർ ചിന്തിച്ചു വരുന്നത്. പക്ഷെ സമയം ടേൺ ആകുമ്പോൾ നിങ്ങളുടെ വാല്യൂ എന്തെന്ന് ഈ ആൾക്കാർ മനസ്സിലാക്കും. ഇവിടെ മറ്റുള്ളവർക്കും നിങ്ങളെക്കുറിച്ച് ഭ്രമമായിട്ടുള്ള ആ ഒരു ചിന്താഗതിയാണ്, നിങ്ങൾക്കും സ്വന്തം ലൈഫിനെ കുറിച്ച് ആലോചിച്ച് ഭ്രമമായിട്ടുള്ള ആ ഒരു ചിന്താഗതി. അതായത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട്, അതേപോലെ മറ്റുള്ളവർക്കും തോന്നി നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കത്തില്ല, ഒരു കഴിവുമില്ല, അങ്ങനെയൊക്കെ മറ്റുള്ളവരും ചിന്തിച്ചു. അപ്പോൾ സമയം ടേൺ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പുറത്തു വരുന്നു.
ഇവിടെ സമയം നിങ്ങളുടെ ആ ഒരു വാല്യൂവിനെ ഓരോ ദിവസം കൂടുംതോറും കൂട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേണ്ടി എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരിക്കാം. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ, അതായത് സമയം നിങ്ങളുടെ ടേൺ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ പ്ലാനിങ് എന്തായിരുന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യും, ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു നികത്തൽ ഏത് രീതിയിലാണ് സമയം ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ ഇനി എന്താണ് സ്വന്തമാക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. അത് അനന്തമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിലുള്ള ആ ഒരു സന്തോഷം അങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും ജീവിതത്തിൽ നല്ല സമയമെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ സഹിച്ച് കളഞ്ഞില്ലേ എന്ന്. പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം അതിനേയും കാട്ടി നല്ല സമയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം ഓരോന്നിനും ഒരു സമയം വച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേ നമുക്കെല്ലാം കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾക്കൊരിക്കലും എൻ്റെ സമയം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ആ ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സമയം ആ രീതിയിലാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കണ്ടതിന് ശേഷമുള്ള 2 മാസം നിങ്ങൾ നോക്കി വച്ചോളൂ. കാരണം ഈ ഒരു റീഡിങ് കുറച്ച് സമയം നിങ്ങളോട് ചോദിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ജനിച്ചപ്പോൾ കൊണ്ടുവന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൽ, അതെല്ലാം സമയാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഡേ ബൈ ഡേ നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്ത് സന്തോഷം തരുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക എന്നതാണ്. കാരണം ഇതിനു മുന്നേക്ക് നിങ്ങൾ ലൈഫിലെ ടവർ മൂമെൻറ്റ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നഷ്ടമായി അതൊക്കെ ആലോചിച്ച് വിഷമിച്ചു. അപ്പോൾ ദൈവം വിചാരിക്കുന്നത് എന്ത് കൊടുത്താലാണ് ഈ കുട്ടിക്ക് സന്തോഷമാകുന്നത്, ആ ഒരു കാര്യം കൊടുക്കാം. അങ്ങനെ ഒരു കാര്യം ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നതാണ്. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് എന്തോ ഒരു വലിയ സക്സസ് ലഭിക്കും. ആ ഒരു സക്സസ് ലഭിക്കുമ്പോൾ നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ അത്രമാത്രം ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട്. ഇവിടെ 2 അല്ലെങ്കിൽ 3 സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, എന്തോ ഒരു കാര്യം പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലോ സോൾമേറ്റ് ജേണിയിലോ ആണ് എങ്കിൽ നിങ്ങളുടെ മാരേജ് ഈ ഒരു വർഷം നടക്കുന്നതായിട്ട്, നിങ്ങളുടെ ബന്ധം ഉറപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷമാകുന്ന ആ ഒരു അവസ്ഥ, അതായത് എൻഗേജ്മെൻറ്റ്, മാരേജ് അതൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഹാപ്പിനെസ് അല്ലേ, ആ ഒരു ഹാപ്പിനെസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി നിങ്ങളുടെ മക്കളെ മാരേജ് നടക്കുന്നതായിട്ടും ബന്ധം ഉറപ്പിക്കുന്നതായിട്ടും ആകാം. ഇനി നിങ്ങൾക്ക് ഏജായി ഇതുവരെ നിങ്ങളുടെ മാരേജ് ഫിക്സ് ആയില്ല എങ്കിൽ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മാരേജ് ഫിക്സ് ആവുന്നതായിട്ട്, എൻഗേജ്മെൻ്റ് ആവുന്നതായിട്ട് ഉള്ള ആ ഒരു വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും നിങ്ങൾ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഒരു കറുത്ത ആ ഒരു മേഘം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റിലും നോക്കിയാൽ ന്യായത്തിൻ്റെ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും ന്യായം ലഭിക്കുന്നതായിട്ട്, അതായത് മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോഴും അവിടെയും ന്യായം ഉണ്ടാവുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എല്ലായിടത്തും എനിക്ക് ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസാണല്ലോ കേൾക്കാൻ സാധിക്കുന്നത്, അപ്പോൾ എൻ്റെ ജീവിതത്തിലും ന്യായം ഉണ്ടായി കഴിഞ്ഞു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ 2 മാസം നിങ്ങൾക്ക് കൂടുതലായിട്ടും ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസായിരിക്കും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലായിടത്തും കേൾക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും ചെറിയ സന്തോഷമായാലും വലിയ സന്തോഷമായാലും നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്തുമാത്രം വലിയ സന്തോഷമാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സഡൻ ആയിട്ടുള്ളൊരു സന്തോഷം, അതായത് നിങ്ങൾ വിചാരിക്കാത്ത ഒരു സഡൻ സന്തോഷം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അങ്ങനൊരു സന്തോഷം ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ അത് ഈ 2 മാസത്തിനുള്ളിൽ എപ്പോഴായാലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ലൈഫിൽ എല്ലാം നേരെയാകുന്നതായിട്ട്, അതായത് സ്ഥിതികളെല്ലാം നേരെയാവുന്നു, സ്ഥിതികളെല്ലാം നിങ്ങൾക്ക് ഫേവർ ആകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും.
ഈ 2 മാസത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ ട്രൂത്ത് നിങ്ങൾക്ക് മുന്നിൽ വരും. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും മാത്രം വിഷമം അനുഭവിക്കേണ്ടി വന്നു? ഈ ഒരു വ്യക്തി കാരണമാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വിഷമം അനുഭവിക്കേണ്ടി വന്നത് എന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഒരു വ്യക്തിയുടെ സത്യം നിങ്ങളുടെ മുന്നിൽ വരും ഈ 2 മാസത്തിനുള്ളിൽ. ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഭയങ്കരമായിട്ട് മാന്യനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. ഭയങ്കരമായിട്ട് നല്ലതാണ് അവർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ കപട നാടകം കളിക്കുന്നുണ്ടാകും. പക്ഷേ ഈ 2 മാസത്തിനുള്ളിൽ അവരുടെ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ദൈവം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തോ നല്ല കർമ്മം ചെയ്തു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ ശത്രുക്കളെയെല്ലാം ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് ഈ ഒരു സമയം. അതായത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല ചിന്തിക്കുന്നത്, മോശമാണ് ചിന്തിക്കുന്നത് എന്ന്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സെലിബ്രേഷൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം കാണണമെങ്കിൽ ഈ ദുഃഖം നിറഞ്ഞ ആൾക്കാരെയെല്ലാം, നിങ്ങൾക്ക് ദുഃഖം തരുന്ന ആൾക്കാരെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അതിനു വേണ്ടിയാണ് ദൈവം ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ കൂടെ ഉള്ള നല്ല ആൾക്കാർ ഏതാണ്, മോശം ആൾക്കാർ ഏതാണ് എന്ന്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തേക്കുന്നത് അത് ഉറപ്പായിട്ടും മാനിഫെസ്റ്റ് ആവുന്നതാണ്. 2 മാസത്തിനുള്ളിൽ അതിൻ്റെ ആ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് കണ്ണാലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് ഇപ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൊന്നും പറയേണ്ട, നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി, ദൈവമേ എൻ്റെ ലൈഫിൽ നല്ലത് ചെയ്തതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് ദൈവത്തിനോട് നന്ദി പറയുക. അപ്പോഴേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, അതായത് പ്രതീക്ഷയോട് കാത്തിരിക്കും, നിങ്ങളുടെ സമയം വരുമെന്ന്. ആ സമയം ഈ 2 മാസത്തിനുള്ളിൽ ആ ഒരു സമയം ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു സമയം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം എപ്പോഴും ഞാൻ ഇതിന് മുന്നേക്ക് 2 മാസം മുന്നേക്ക് എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കും, ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയം വരും എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സമയം വന്നിരിക്കുകയാണ്. നിങ്ങളിൽ പല ആൾക്കാർക്കും എപ്പോഴും ഉണ്ടാകുന്ന ചോദ്യമായിരുന്നു, അതായത് ഞാൻ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുത്തിരുന്നു, പക്ഷേ എനിക്ക് അപമാനമാണ് കിട്ടിയത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, പക്ഷേ എനിക്ക് തിരിച്ച് ലഭിച്ച ചതിയും വഞ്ചനയും ആണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്? എനിക്ക് ചെയ്യാത്ത തെറ്റുകൾക്ക് ഞാൻ പല പ്രാവശ്യവും അനുഭവിച്ചു ദുഃഖം. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്? അങ്ങനെയൊക്കെ നിങ്ങൾ പലപ്പോഴും ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 2 മാസത്തിനുള്ളിൽ ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ വിജയത്തിൻ്റെ ആ ഒരു പടി കയറാൻ പോവുകയാണ്. ഇനി ആരും നിങ്ങളെ പിറകിലോട്ട് വലിക്കത്തില്ല. ആ രീതിയിലാണ് നിങ്ങൾ വിജയത്തിൻ്റെ പടികൾ കയറാൻ പോകുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ആരും ഒരു കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ഒരിടത്തും തടസ്സപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുക തന്നെ വേണം. നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു സ്ഥാനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആയിക്കൊള്ളട്ടെ, പേര് പ്രശസ്തി ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, അത് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുക തന്നെ വേണം. ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്ഥാനം കൈയടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ എന്താണ് ഡിസർവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരുവാനാണ് ദൈവം ഇത്രയും നാൾ നിങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തിയതും ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം തരുന്നതും. കാരണം നിങ്ങൾ ഇതിലും നല്ലത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുമ്പോഴെല്ലാം നിങ്ങൾ ദൈവത്തിനെ കുറ്റം പറയും. അപ്പോൾ ദൈവം വിചാരിക്കുന്ന ഇതിലും ബെറ്റർ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നു, അത് ഞാൻ തരും, പക്ഷേ കുറച്ചും കൂടെ സമയം എനിക്ക് താ എന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ നിങ്ങൾ ദൈവത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല എനിക്ക് ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ബെറ്ററായിട്ടുള്ളത് ദൈവത്തിന് സമയമാകുമ്പോഴല്ലേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കത്തില്ല. അപ്പോൾ നല്ല ഒരു ലൈഫ് പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, നല്ലൊരു അലയൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു ക്യാഷിൻ്റെ ഗ്രോത്ത് കൂടുന്നതായിട്ട്, ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതായിട്ട്, അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ 2 മാസത്തിനുള്ളിൽ. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് അതും മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഹെയർ സ്റ്റൈൽ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളിൽ വന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു ലുക്സ് ആയിരിക്കും നിങ്ങൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളില്ലെങ്കിലും സെൻട്രലിലാണ് ഉള്ളത്. എവിടെ പോയാലും നിങ്ങളായിരിക്കും സെൻട്രലിൽ വരുന്നത്. എപ്പോഴും ചർച്ചാ വിഷയമാകുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ്, നിങ്ങളുടെ ആ ഒരു ലുക്സ്, ഇതെല്ലാം ചർച്ചാ വിഷയമാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങൾ തന്നെ കാണും നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായി എന്ന്.
നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ വളരെ വലിയ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് വളരെ നല്ല ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഇപ്പോൾ പോകാൻ പോകുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള പല ചേഞ്ചസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നിറഞ്ഞ ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ അത്ഭുതം തോന്നും. ദൈവമേ, ഇവരുടെ ലൈഫിൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സന്തോഷം നിറഞ്ഞ സാഹചര്യം ഉണ്ടായി എന്ന്. നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ്, നിങ്ങളുടെ ആ ഒരു മുഖത്തെ ആ ഒരു സന്തോഷവും തിളക്കവും, ഇതെല്ലാം മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം തോന്നി. ഇവരുടെ ലൈഫിൽ എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് എന്ന്. നിങ്ങളുടെ ആ മുഖത്തെ ആ ഒരു ഗ്ലോ കാണുമ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഇത്രമാത്രം ദുഃഖം സഹിച്ചു എന്ന് ആരോടെങ്കിലും പറയണമെങ്കിൽ അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് നിങ്ങളുടെ ലൈഫ് ആ രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രശംസ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനൊരു ലൈഫ് നിങ്ങൾ ഇതുവരെയും ജീവിച്ചിട്ടുണ്ടാവത്തില്ല. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ആരൊക്കെയാണോ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്തത് അവർ തന്നെയായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രശംസയും നടത്തുന്നത്. ആരാണോ നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കാത്തത്, നിങ്ങൾ അവരുടെ ഫ്രണ്ടാണ്, നിങ്ങൾ അവരുടെ ബന്ധുവാണ് എന്ന് അവർ തന്നെ നിങ്ങളെ കുറിച്ച് ആൾക്കാരോട് പറയും. അതായത് നിങ്ങൾ അവരുടെ ഫ്രണ്ടാണ്, നിങ്ങൾ അവരുടെ ബന്ധുവാണ് എന്ന്. നിങ്ങളപ്പോൾ നിങ്ങളുടെ ശത്രുക്കളെ കൊണ്ട് തന്നെ നിങ്ങളെ പ്രശംസിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും ലൈഫിൽ നല്ലത് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷമാകുന്നത്. ഇവിടെ ഓരോ ആൾക്കാരും കമൻറ്റ് സെക്ഷനിൽ വളരെ ദുഃഖം നിറഞ്ഞ രീതിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദുഃഖമാവും അത് കാണുമ്പോൾ. പക്ഷേ നിങ്ങൾ സന്തോഷമായിട്ട് എന്താണോ എഴുതുന്ന, ആ മാഡം പറഞ്ഞതുപോലെ സംഭവിച്ച എൻ്റെ ലൈഫിൽ, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. അപ്പോൾ നിങ്ങളുടെ ചിരിച്ച മുഖം കാണാനാണ് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു സമയം എത്തിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഈ 2 മാസത്തിനുള്ളിൽ നല്ല നല്ല ആ ഒരു ന്യൂസ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വരട്ടെ എന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ 2 കുട്ടികൾ നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ച് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് അവർ ആഹാരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ചോദിച്ചോ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു വസ്ത്രം, അല്ലെങ്കിൽ അവർക്ക് പൈസ, എന്തായാലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ഒന്നുകിൽ 2 വ്യക്തികളായിരിക്കാൻ വരുന്നത്, അല്ല എങ്കിൽ 2 കുട്ടികൾ. ഇവിടെ 85% കുട്ടികളാണ് നിങ്ങളുടെ അടുത്തേക്ക് സഹായം ചോദിച്ച് വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവരെ സഹായിക്കുക. ഇവിടെ ആര് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തോട്ടെ അവരോട് തിരിച്ച് ആ ഒരു ദേഷ്യത്തിൻ്റെ ഭാവം വയ്ക്കരുത്. നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. കാരണം നിങ്ങളുടെ സമയം നല്ലതായി വരുമ്പോൾ നിങ്ങൾ ആരോടും വിദ്വേഷവും ദേഷ്യവും വച്ച് പുലർത്താൻ പാടില്ല. ഇവിടെ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ഗൈഡൻസ് ഞാൻ പറയുന്നത്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരൊക്കെ നിങ്ങളോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ സെൻട്രലിൽ വച്ചു. എന്നിട്ട് ആരാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത്, ആരാണ് നിങ്ങളുടെ ലൈഫിൽ മോശമെന്ന് ദൈവം കാണിച്ചു തരികയാണ് ചെയ്തത്. നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആരോടും ഒരു ദേഷ്യവും വിദ്വേഷവും വേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹീലാവോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരും. കാരണം 2 മാസം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഹീലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സന്തോഷം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു ദേഷ്യം വച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മറക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഹീലാക്കുക, അതൊക്കെ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹീലാവോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവിടെ ഈ ഒരു ജീവിതം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ടേൺ ആണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ ഈവൻറ്റുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്. ഇവിടെ സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാ രീതിയിലും. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം കാണണമെങ്കിൽ 2 മാസം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു ഗൈഡൻസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നല്ലത് മാത്രം ചിന്തിക്കൂ, നല്ലത് മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മന്ത്രം ഉച്ചരിക്കുക ഒരു 10 മിനിറ്റ്. അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. മിക്കവാറും സമയം രാവിലെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതാണ്. ഇവിടെ പുതിയ എന്തെങ്കിലും ജോലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക.
ഇവിടെ 195 ഈ 3 നമ്പർ ഏതെങ്കിലും രീതിയിൽ കാണുക. അതായത് 591 അല്ലെങ്കിൽ 159 അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ലക്കി നമ്പറാണ്. ഈ നമ്പർ കാണുന്നുണ്ടെങ്കിൽ എന്തോ ഒരു രാജയോഗം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എല്ലാം മോശം അവസ്ഥയിലാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഒരാൾക്ക് നിങ്ങളുടെ കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അതായത് ആർക്കെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആളുണ്ട്, ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കും, നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് അവരുടെ ജോബ്, അവരുടെ മാരേജ്, അവരുടെ ഹെൽത്ത്, അവരുടെ സ്കോളർഷിപ്പ് എന്തായിക്കൊള്ളട്ടെ അവർ റിലേറ്റഡ് ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ടവർ മൂവ്മെൻറ്റ് എന്നേക്കുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി എന്നുള്ള ഒരു കൺഫർമേഷൻ ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.